നമസ്കാരം. 92ാമത് ശിവഗിരി തീർത്ഥാടനത്തിന്റെ ഉദ്ഘാടന വേദി തന്നെ വിവാദങ്ങളാൽ നിറഞ്ഞു നിൽക്കുന്നതായിരുന്നു. പിന്നീട് ഇങ്ങോട്ട് അതിൽ ഉണ്ടായ പല പ്രസ്താവനകളെയും ആ പ്രഭാഷണ പരമ്പരയിൽ ഉടനീളമുണ്ടായ പല വിഷയമെന്ന് പറഞ്ഞാൽ പ്രധാനമായും ഉയർന്നു വന്നത് സനാതന ധർമ്മവും അതോടൊപ്പം തന്നെ ഇന്ന് നമ്മുടെ കേരളീയ ക്ഷേത്രങ്ങളിൽ മിക്ക ക്ഷേത്രങ്ങളിലും കാണുന്ന ഒരു ആചാരമുണ്ട്. അതായത് പുരുഷന്മാർ ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ അവരുടെ മേൽ വസ്ത്രം നീക്കം ചെയ്യണം. അതിനുശേഷം മാത്രമേ ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശനം അനുവദിക്കാൻ കഴിയുകയുള്ളൂ. ഇതാണ് പല ക്ഷേത്രങ്ങളിലും നമ്മൾ കണ്ടുവരുന്ന ഒരു പൊതുരീതി. അതാണ് അത്തരത്തിലുള്ള ആചാരങ്ങൾ പരിഷ്കരിക്കപ്പെടണമെന്ന് അവിടെ അധ്യക്ഷ പ്രസംഗം നടത്തിയ ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് അധ്യക്ഷൻ ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾ പറഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ കാലോചിതമായ ആചാരങ്ങൾ പലതും പരിഷ്കരിക്കപ്പെടേണ്ടതാണ് എന്ന് അദ്ദേഹം ആ പ്രസംഗത്തിനിടയിൽ സൂചിപ്പിക്കുകയും ചെയ്തു. ഇക്കാര്യങ്ങൾ തുറന്നു പറയുന്നതിനായി ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ശ്രീനാരായണ സഹോദര ധർമ്മവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ സൗത്ത് ഇന്ത്യൻ ആർ വിനോദാണ്. അദ്ദേഹത്തോട് തന്നെ നമുക്ക് കാര്യങ്ങൾ ചോദിക്കാം. അങ്ങ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? 92ാമത് ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ ഭാഗമായി നടന്ന സമ്മേളനത്തിൽ ശിവഗിരി മഠാധിപതി ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾ നടത്തിയ ഒരു പ്രസ്താവന ഇന്ന് കേരള സമൂഹം കാര്യമായി ചർച്ച ചെയ്തു വരികയാണ്. ചില ക്ഷേത്രങ്ങളിൽ കയറുമ്പോൾ പുരുഷന്മാർ ഷർട്ടഴിക്കണമെന്ന നിബന്ധന ഇപ്പോഴും കേരളത്തിൽ നിലനിൽക്കുന്നു. അതൊരാചാരമായി തന്നെ നിലനിന്നു പോരുകയാണ്. ഈ രീതിക്ക് മാറ്റമുണ്ടാകണമെന്ന് ചിദാനന്ദപുരി സ്വാമികളുടെ നേതൃത്വത്തിൽ കൂടിയ സന്യാസി പരിഷത്ത് നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. എന്നാൽ ഇന്ന് ശിവഗിരി മഠത്തിൻ്റെ മഠാധിപതി ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾ ഈ ആവശ്യം പൊതുസമൂഹത്തിനോട് ആവശ്യപ്പെട്ടപ്പോൾ അല്പബുദ്ധികളായ ചില സമുദായ നേതാക്കൾ സ്വാമിയെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കുന്നതാണ് നമുക്ക് കാണുവാൻ കഴിഞ്ഞത്. എന്നാൽ ഇത്തരം നേതാക്കളോട് പറയുവാനുള്ളത്, കാലദേശ പരിസ്ഥിതികൾക്കനുസരിച്ച് മനുഷ്യ നന്മയ്ക്കായി ആവശ്യമുള്ള മാറ്റങ്ങൾ ഏത് കാര്യത്തിലും വരുത്തുവാൻ കഴിയും എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഉദാഹരണത്തിന്, ലോകത്തിലെ ഏറ്റവും കൂടുതൽ വിശ്വാസികളുള്ള മതമായ ക്രിസ്തു മതത്തിൻ്റെ ആത്മീയ ഗ്രന്ഥമായ ബൈബിളിന് പുതിയ നിയമമെന്നും പഴയ നിയമമെന്നും രണ്ട് വിവക്ഷകളുണ്ട്. ക്രിസ്തുദേവൻ്റെ കാലത്തെ സൂചിപ്പിക്കുന്ന രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അധ്യാത്മരാമായണം പോലും വിവിധ വ്യക്തികൾ അവരവരുടേതായ രീതിയിൽ രചിച്ചിട്ടുണ്ട്. എന്തിനേറെ പറയുന്നു, കുമാരനാശാൻ സ്വന്തം കവിതയിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തിയത് മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയമല്ലെങ്കിൽ മാറ്റുമതുകളി നിങ്ങളെത്താൻ എന്ന സന്ദേശമാണ്. കാറൽ മാർക്സ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എഴുതി അവസാനിപ്പിക്കുന്നത് തന്നെ മാറ്റമില്ലാത്തതായി ഒന്ന് മാത്രമേ ഉള്ളൂ, അത് മാറ്റം തന്നെയാണ് എന്നാണ്. അതുകൊണ്ട് ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികളുടെ നിർദോഷകരമായ നിർദ്ദേശം വിശ്വാസി സമൂഹത്തെ സംബന്ധിച്ച് ശ്രേഷ്ഠവും ശ്രേയസ്കരവുമാണ്. എന്നാൽ സ്വാമികൾക്കെതിരെ മോശം പരാമർശം നടത്തിയ സമുദായ നേതാക്കൾ അവരുടെ തെറ്റ് തിരുത്തണമെന്നാണ് ശ്രീനാരായണ സഹോദര ധർമ്മവേദി ആവശ്യപ്പെടുന്നത്. ഇനിയും പൂർവകാല പാരമ്പര്യങ്ങൾ തന്നെ നിലനിൽക്കണമെന്ന് ആരെങ്കിലും ആഗ്രഹിച്ചാൽ അവർ വിഡ്ഢികളുടെ ലോകത്തിലാണ് ജീവിക്കുന്നത് എന്ന് പറയാതെ വയ്യ. ഒരു കാലത്ത് പിന്നോക്ക സമുദായക്കാരെ അടിക്കണക്ക് പറഞ്ഞ് അകറ്റി നിർത്തിയിരുന്ന തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും പാരമ്പര്യത്തിൻ്റെ പേരിൽ തിരിച്ചു വരണമെന്ന് ആരെങ്കിലും ആഗ്രഹിച്ചാൽ അത് വെറും ആഗ്രഹമാക്കി മനസ്സിൽ സൂക്ഷിക്കുന്നതാകും നല്ലത്. പണ്ട് കാലങ്ങളിലെ സ്ഥിരം കാഴ്ചയായിരുന്ന കിണ്ടിയും വിളക്കും സംബന്ധവുമൊക്കെ തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നത് വിഡ്ഢിത്തം എന്നതുപോലെയാണ് ഈ ഉടുപ്പൂരൽ വിവാദവും. ഇന്ത്യയിൽ ക്ഷേത്രങ്ങളും ക്ഷേത്രാചാരങ്ങളും നിലനിൽക്കുന്നത് കേരളത്തിൽ മാത്രമല്ലല്ലോ. കേരളത്തിലല്ലാതെ മറ്റേതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഷർട്ട് ഊരണമെന്ന ആചാരം ഉള്ളതായി കാട്ടിത്തരാൻ ഈ നേതാക്കൾക്ക് കഴിയുമോ? പഴമയിലേക്കുള്ള തിരിച്ചുപോക്കിനെ കുറിച്ചല്ല നമ്മൾ ചിന്തിക്കേണ്ടത്, മറിച്ച് പഴമയുടെ നല്ല പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പഴമയുടെ തെറ്റായ പാഠങ്ങൾ തിരുത്തി പുതിയ ലോകത്തിനനുസരിച്ച് മാറുവാനും മാറ്റുവാനും നമുക്ക് കഴിയണം. അതുകൊണ്ട് തന്നെ സ്വാമികളുടെ ഈ തീരുമാനത്തെ തീർത്തും പുരോഗമനപരമെന്ന് മാത്രമേ നമുക്ക് കാണുവാൻ സാധിക്കൂ. ഇങ്ങനെ ഒരു മാറ്റത്തിനായി ശ്രമിക്കുന്ന ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾക്ക്
ശ്രീനാരായണ സഹോദര ധർമ്മവേദിയുടെ എല്ലാ പിന്തുണയും പ്രഖ്യാപിക്കുന്നു. സർ, മറ്റൊരു ചോദ്യം കൂടി അതോടൊപ്പം തന്നെ ചോദിക്കാനുള്ള ഒരു കാര്യം, ഈ വേദിയിൽ തന്നെയാണ് സനാതന ധർമ്മത്തെക്കുറിച്ചും ഒരു വലിയ രീതിയിൽ ചർച്ച നടക്കുന്നത്. സനാതനധർമ്മം എന്ന് പറയുന്നതിനെ ഈ ഒരു ഭാരതത്തിൻ്റെ സംസ്കാരമാണെന്നും ഈ സനാതനധർമ്മത്തെ ഒരുപാട് കൊണ്ടു നടന്ന ഒരാളാണ് ശ്രീനാരായണ ഗുരുദേവൻ എന്നും വരുത്തി തീർക്കുകയാണ്. അങ്ങനെ അതിലൂടെ ഒരു വിഭാഗം ആളുകൾ, ഈ സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ ചുവട് പിടിച്ചു പോകുന്ന ഒരു വിഭാഗം ആളുകൾ ശ്രീനാരായണ ഗുരുദേവനെ ഹൈജാക്ക് ചെയ്യുക, പച്ചയ്ക്ക് പറഞ്ഞാൽ അങ്ങനെ തന്നെ പറയേണ്ടി വരും സർ. ഈ അദ്ദേഹത്തെ അവിടെ നിന്ന് ഹൈജാക്ക് ചെയ്യുന്നു. ഹൈജാക്ക് ചെയ്ത് തങ്ങളുടെ ഒരു ഹൈന്ദവ മുനിയാണ് അല്ലെങ്കിൽ ഹൈന്ദവ സന്യാസിയാണ് ശ്രീനാരായണ ഗുരുദേവൻ എന്നുള്ള അർത്ഥത്തിലേക്ക് കൊണ്ടുവന്ന് ആ ഒരു ലാവണത്തിലേക്ക് തളയ്ക്കാൻ ശ്രമിക്കുന്നു. ഒരുപക്ഷെ അങ്ങ് കേട്ടിട്ടുണ്ടാകും, കെ സുധാകരൻ നടത്തിയ പ്രസ്താവനയും നമുക്ക് ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ്. അങ്ങനെ എവിടെയും കൊണ്ടുകെട്ടാൻ, ശ്രീനാരായണ ഗുരുദേവനെ കൊണ്ടുകെട്ടാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നുള്ള ഒരു പ്രസ്താവന തന്നെയായിരുന്നു KPCC അധ്യക്ഷനായ കെ സുധാകരൻ നടത്തിയത്. അപ്പോൾ ഈ ഒരു പ്രസ്താവനയെ എങ്ങനെയാണ്, അല്ല ശ്രീനാരായണ ഗുരുദേവന്റെ ഈ സനാതന ധർമ്മവുമായി ബന്ധപ്പെട്ടിട്ട് അങ്ങേക്ക് എന്താണ് തോന്നുന്നത്? സനാതന ധർമ്മം എന്ന് പറയുന്നത് വർണ്ണാശ്രമ ധർമ്മമല്ല. ഒരിക്കലും അതിന് വർണ്ണാശ്രമമായിട്ട് ബന്ധമില്ല. ഈ പറയുന്നത് പോലെ ഗുരു മുന്നിൽ കണ്ട സനാതന ധർമ്മം എന്ന് പറയുന്നത് അത് ഏകത്വത്തിൽ നിന്ന് ഉള്ളതാണ്. ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്നാണ് ഗുരു പറഞ്ഞത്. ഇത് യഥാർത്ഥത്തിൽ ഒരു അദ്വൈത മന്ത്രം തന്നെയാണ്. ആർഷഭാരത സംസ്കാരത്തിൽ സനാതന ധർമ്മം വിവക്ഷിക്കപ്പെടുന്നത് ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന സങ്കല്പത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ടാണ്. അതുതന്നെയാണ് വസുദൈവ കുടുംബകം എന്ന് പറയപ്പെടുന്നത്. ഇതിൽ ഗുരു അദ്വൈതം ദർശിക്കുകയും ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന മഹത്തായ സന്ദേശം മാനവരാശിക്ക് നൽകുകയുമാണ് ചെയ്തത്. ഇതിലൂടെ അദ്വൈത സിദ്ധാന്തത്തിലൂടെയാണ് ഗുരു മുന്നോട്ട് പോയതെന്നും ഗുരു മുന്നിൽ കണ്ട സനാതന ധർമ്മം എല്ലാ മനുഷ്യരെയും ഒന്നായി കണ്ടുകൊണ്ട് മുന്നോട്ട് പോവുക, ഒന്നിൽ നിന്നും വിഭിന്നമായി മറ്റൊന്നില്ല എന്നുള്ള ഉൾക്കാഴ്ചയാണ് ഗുരു നമ്മളിലേക്ക് പകർന്നു തന്നത്. ഇതിനെ ഇന്ന് പല ആളുകളും ഗുരുവിൻ്റെ ഈ ആശയത്തെ വക്രീകരിക്കുവാൻ ശ്രമിക്കുന്നത് ശരിയായ നടപടിയല്ല. അത് ഒരിക്കലും ശ്രീനാരായണ സഹോദര ധർമ്മവേദിക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ഗുരുവിന് ഗുരുവിൻ്റേതായ ദർശനമുണ്ട്. ആ ദർശനത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ട് മുന്നോട്ട് പോകണമെന്നാണ് ശിവഗിരി മഠത്തിൻ്റെയും പ്രഖ്യാപനം. അതാണ് സ്വാമിയോടെ പറഞ്ഞിട്ടുള്ളത്. അതിന് അനുകൂലമായിട്ട് ഗുരുവിൻ്റെ ദർശനത്തെ മുന്നോട്ട് നയിക്കേണ്ടതായിട്ടുണ്ട്. ഗുരുവിൻ്റെ ദർശനങ്ങൾ മാറ്റിമറിക്കുവാൻ ആരെയും അനുവദിച്ചുകൂടാ എന്നുള്ളതാണ്. ഇവിടെ സമൂഹത്തിൻ്റെ ഉന്നമനം മാത്രമാണ് ഗുരു ലക്ഷ്യമിട്ടിട്ടുള്ളത്. സമൂഹത്തിലെ എല്ലാ ജാതി മതസ്ഥരും സമത്വം അനുഭവിക്കുക, സമത്വസുന്ദരമായ ഒരു ലോകം വിഭാവനം ചെയ്യുക എന്നുള്ളതാണ്. അതാണ് ഏകലോക വീക്ഷണം എന്ന് പറയുന്നത്. നമ്മുടെ ആർഷഭാരത സംസ്കാരം പറയുന്ന വസുദൈവ കുടുംബകം എന്ന് പറയുന്നതും അതുതന്നെയാണ്. അത് ഗുരുവിൻ്റെ ദർശനം ഇതിൽ മാത്രം അധിഷ്ഠിതമാണ്. ഇവിടെ വർണ്ണാശ്രമ ധർമ്മത്തിന് യാതൊരു അടിസ്ഥാനവും ഇല്ല എന്നാണ് നമുക്ക് ഇവിടെ പറയുവാനുള്ളത്. ഇതൊക്കെയാണ് ശ്രീനാരായണ സഹോദര ധർമ്മവേദിയുടെ നിലപാടുകൾ എന്ന് നമുക്ക് കാണേണ്ടി വരും. സൗത്ത് ഇന്ത്യൻ ആർ വിനോദ് പറഞ്ഞതനുസരിച്ച് നോക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മളുടെ ഇടയിലുള്ള ഇത്തരത്തിലുള്ള അനാചാരങ്ങൾ എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പം കാലോചിതമായി പരിഷ്കരിക്കേണ്ടി വരും. അദ്ദേഹം സൂചിപ്പിച്ച പോലെ ശ്രീ കുമാരനാശാൻ പാടിയ വരികളുണ്ട്. മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയമല്ലെങ്കിൽ മാറ്റുമതുകളി നിങ്ങളെ താൻ എന്ന് പറയുന്ന പോലെ നിങ്ങളെ തന്നെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആ ചട്ടങ്ങൾ നിങ്ങളെ തന്നെ മാറ്റിമറിക്കും. അപ്പം അത്തരത്തിലുള്ള മാറ്റങ്ങൾ, ഒരു പുരോഗമനപരമായ മാറ്റങ്ങൾ ഇനിയും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ യോഗനാഥൻ ന്യൂസും പൂർണ്ണമായും ശ്രീ സഹോദര ധർമ്മവേദിക്കൊപ്പം നിലയുറപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതോടൊപ്പം ഈ ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികളെടുത്ത ധീരോദാത്തമായ ആ നിലപാടിനെ സ്തുതിക്കാതിരിക്കാനും നമുക്ക് സാധിക്കുന്നില്ല.